Hey guys, welcome back to my YouTube channel. എൻ്റെ പേര് അരുൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും ഈശ്വര ഇനി വാട്സപ്പ് ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 500 കോടി ആളുകൾ നിലവിൽ 500 കോടിക്ക് മുകളിലുള്ള ആളുകൾ നിലവിൽ ഈ ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ 2008 കണക്ക് പ്രകാരം ഏകദേശം 750-760 കോടി ആൾക്കാരാണ് ടോട്ടലായിട്ട് ലോകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫെമിലിയർ ആണ് ഈ ഒരു വാട്സപ്പ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം വളരെ സിമ്പിളാണ്, വളരെ സെക്യൂർ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വാട്സപ്പിനുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം ഫെമിലിയർ ആവാനുള്ള കാരണം. 2009 മെയ് മാസത്തിലാണ് നമ്മുടെ വാട്സപ്പ് ആദ്യമായിട്ട് ലോഞ്ച് ആയത്. ഏകദേശം 11 വർഷത്തോളമായി നമ്മൾ ഈ ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതായത് 2 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ പുറത്ത് വിട്ടിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനടി ഈ ഒരു അപ്ഡേറ്റ് വരും. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിലല്ല ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്കറിയാം വാട്സപ്പ് പോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ബിസിനസ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഓൺലൈൻ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി അധികം ഫീച്ചേഴ്സ് ഒക്കെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ബിസിനസ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് എക്സ്ട്രാ ഈ ഒരു ബിസിനസ് വാട്സപ്പിൽ കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നിശ്ചിത പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു വാട്സപ്പ് ബിസിനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു മിനി ഷോപ്പിംഗ് വെബ്സൈറ്റ് പോലെ നമുക്ക് ഈ ഒരു ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വിൽക്കാനോ സെല് ചെയ്യാനോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് വാട്സപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും. എന്നിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസും അതിൻ്റെ സകലമായ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ബിസിനസ് വാട്സപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നിലവിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് വാട്സപ്പിൽ എക്സ്ട്രാ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ബിസിനസ് ടൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ നിർമ്മിക്കാം, എവേ മെസ്സേജ്, ഗ്രീറ്റിംഗ് മെസ്സേജ്, ഓട്ടോ റീപ്ലൈ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിലവിൽ ഈ ഒരു ബിസിനസ് വാട്സപ്പിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ്, അതായത് ഒരു മിനി ഷോപ്പിംഗ് സൈറ്റ് പോലെ നമുക്ക് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മുടെ നമ്പർ സേവ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിലൂടെ തന്നെ പേയ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് മേടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രൊഡക്റ്റ് ബിസിനസ് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നോർമൽ വാട്സപ്പിലൂടെ നമുക്കും മേടിക്കാൻ സാധിക്കും. അതായത് കംപ്ലീറ്റ് ഈ ഒരു ബിസിനസ് വാട്സപ്പിലൂടെ ആയിരിക്കും എല്ലാ പരിപാടിയും വരിക. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിലവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ചെറുകിട ബിസിനസ് അല്ലെങ്കിൽ ചെറിയ സ്മോൾ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കായിരിക്കും. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ബിസിനസ് വാട്സപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പേയ്മെൻറ്റൊക്കെ അവിടെ തന്നെ ആയിരിക്കും, എല്ലാം ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മൾ നിശ്ചിത ഒരു ഫീസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ലാഭമാണ്. നോർമലായിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, അവരിങ്ങനെ അവരുടെ ഓൺലൈൻ സൈറ്റിൽ അവർ സ്വന്തമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നു. അതിലൂടെ ആൾക്കാരെ കസ്റ്റമേഴ്സിനെ വരുത്തി സെപ്പറേറ്റ് ഓരോ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനെ അവർ പ്രൊഡക്റ്റ് വിൽക്കുന്നതും ക്യാഷും പരിപാടികളൊക്കെ. എന്നാൽ ഈ ഒരു ബിസിനസ് വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ വരുമ്പോൾ ഒന്നും നോക്കേണ്ട, എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കതിൽ ലിസ്റ്റ് ചെയ്യിക്കാം. എന്നിട്ട് ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ അതിലൂടെ തന്നെ നടത്തിയിട്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫീച്ചർ വരുന്നത്. ഇതിപ്പോൾ ഏകദേശം അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ന്യൂസുകളൊക്കെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമൽ വാട്സപ്പിലല്ല ഈ ഒരു ഫീച്ചർ വരുന്നത്, ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബിസിനസ് വാട്സപ്പിലൊക്കെ ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വാട്സപ്പിലൊക്കെ ഈ ഒരു പരിപാടി വന്നേക്കാം. അതായത് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പരിപാടി വന്നേക്കാം. ജസ്റ്റ് ഒരു തമാശ പറഞ്ഞാണ്, വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.